ആറന്മുള വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നിട്ടില്ലെന്ന CPM വാദം തള്ളി ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് രംഗത്ത്. ആചാരലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയത് ക്ഷേത്രം ഉപദേശക സമിതിയും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുമാണ്. 2 കത്തുകളും ലഭിച്ച ശേഷമാണ് താൻ പരിഹാരക്രിയ നിർദ്ദേശിച്ചതെന്നും ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് പറഞ്ഞു. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദു, CPM വാദം തള്ളുകയാണ് തന്ത്രി, എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്? ഇന്നലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക പേജിൽ ഈ ആചാരലംഘനം നടന്നുവെന്ന വാദം ഒരു സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ ഒരു വിവാദമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന തരത്തിലാണ് CPM-ന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായാണ് ഇപ്പോൾ ക്ഷേത്രം തന്ത്രി തന്നെ മാധ്യമ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ആചാര ലംഘനം നടന്നു എന്ന കാര്യം ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയാണ്. ഉപദേശക സമിതി തനിക്ക് കത്ത് നൽകുകയുണ്ടായി. പരിഹാരക്രിയ നടത്താനുള്ള നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കത്ത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു മറുപടി ഉപദേശക സമിതിക്ക് തന്ത്രി നൽകിയിരുന്നു. അതായത് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് ആയതിനാൽ ദേവസ്വത്തിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശിച്ചാൽ മാത്രമേ തനിക്ക് ഇത്തരമൊരു നടപടി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ആ മറുപടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് പരിഹാരക്രിയ ആവശ്യപ്പെട്ടുകൊണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആചാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിക്രിയ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രിക്ക് കത്ത് നൽകിയതെന്നാണ് ഇപ്പോൾ തന്ത്രി പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരിഹാരക്രിയ നിർദ്ദേശിച്ചതെന്നും തന്ത്രി പറയുന്നു. ഏതായാലും VN വാസവൻ അഷ്ടവിരോഹണ ദിനത്തിൽ സദ്യ കഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദം വരുന്നത്. ദേവന് നിവേദ്യം സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നാണ് ആരോപണം ഉയരുന്നത്. ഇന്നലെ തന്നെ തന്ത്രിയുടെ പരിഹാരക്രിയ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്ത് വലിയ വാർത്തയായിരുന്നു. ദേവന് മുൻപിൽ ഈ ഉരുളി വെച്ച് എണ്ണപ്പണ സംരക്ഷിക്കണമെന്നും ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ലെന്ന് സത്യം ചെയ്യണമെന്നുമായിരുന്നു തന്ത്രിയുടെ പരിഹാരക്രിയ. ഏതായാലും നിലവിൽ CPM-ന്റെ വാദം തെറ്റാണ് എന്ന മറുപടിയുമായാണ് തന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വിവാദവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം തന്ത്രിയുടെ പ്രതികരണം കൂടി കാണാം. ഈ അഷ്ടമിരോഹിണി ദിനത്തിലുള്ള ഉണ്ടായ ആ സദ്യയുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ഫേസ്ബുക്കുകളിലൂടെയൊക്കെ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതായിട്ട് അറിഞ്ഞു. എന്നാൽ അതുമായിട്ട് നേരിട്ട് ആ സമയത്ത് തന്ത്രി എന്ന നിലയിൽ ഞാൻ ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു സമയത്തും ഇടപെട്ടിട്ടില്ല. തന്ത്രി അല്ല അത് സദ്യ വിളമ്പി കൊടുത്തത്. തന്ത്രി ആ സമയത്ത് അകത്ത് കളഭമുണ്ട് അഷ്ടമിരോഹിണി ദിനത്തിലകത്ത്. ആ കളഭം പൂജയും കളഭാഭിഷേകവും ഒക്കെ ആയിട്ട് ആയിരുന്നു. 9:30 കളഭം കഴിഞ്ഞു. എന്നാൽ ഉച്ചപൂജയ്ക്ക് കയറാൻ 10:30 മണി കഴിഞ്ഞു. ആ ഒരു ഇടതാമസം ഉണ്ടായിട്ടുണ്ട്. തുടർന്നാണ് 12-12:30 പൂജ പൂർത്തീകരിച്ചത്. തന്ത്രി അല്ല വിളമ്പിക്കൊടുത്തത്.